ആമാശയത്തിലുള്ള ബാക്ടീരിയ ആ ഫീഡ് ദഹിപ്പിക്കാനുള്ള ബാക്ടീരിയ ഉണ്ടാകും. അതെ അതെ. നിങ്ങൾ പുതിയ ഫീഡ് കൊടുക്കുമ്പോൾ നിലവിലുള്ള ബാക്ടീരിയകൾ. പശു എന്ന് പറയുന്നത് കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഒരു ജീവിയാണ്, നമ്മൾ നാട്ടിൽ കൊണ്ട് വളർത്താണ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ ഒരു കാടൻ മനോഭാവം എപ്പോഴും പശുവിനുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെ കെട്ടിയിടുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ കെട്ടിയിടാതെ വളർത്തുന്ന ഒരു പരിപാടിയാണ് ലൂസ് ഫാം. അപ്പൊ ഞാൻ നിൽക്കുന്നത് ഡാനിഷ് ഡയറി ഫാമിലാണ്. ഇവിടെ ഡാനിഷ്. അപ്പൊ എന്താണ് ഈ ലൂസ് ഫാം? ഇത് ലൂസ് ഫാമിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു കൗ പാഡക്ക് എന്നേ പറയാം. അത് നമ്മൾ പശുക്കളെ എക്സസൈസിന് വേണ്ടി വിടുന്ന ഒരു സ്ഥലം. ലൂസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ 24/7 പശു ലൂസായിട്ട് കിടക്കണം, കയറുണ്ടാവാൻ പാടില്ല. നമുക്ക് ഇവിടെ സ്ഥലത്തിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് ലൂസ് ഫാമിംഗ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന രീതി തെറ്റാണ്. ഒരിക്കലും ഈ രീതിയിൽ പശുക്കളെ വളർത്താൻ പാടില്ല പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ താമസിക്കുന്നതിന്റെ അടുത്ത് എനിക്ക് ഒരു ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. എന്റെ വലിയ ഫാം മുകളിൽ വരുന്നുണ്ട്, 200 പശുക്കളെ ഫാം മുകളിൽ സ്ട്രക്ചർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫുൾ ലൂസ് ഫാമിംഗ് ആണ്, ഫുള്ള് സോയിൽ മണ്ണാണ്, പൂയിയാണ് പൂയി. ശരിക്കും ഈ ലൂസ് ഫാമിംഗ് ചെയ്യുമ്പോൾ എന്താ ശരിക്കും ഗുണം? നമ്മൾ ഈ ലൂസ് ഫാമിംഗ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പശുവിന് സ്ട്രെസ് ഉണ്ടാവില്ല. പശുവിന്റെ പിന്നെ എപ്പോഴും സൈക്ലിക് ആയിരിക്കും. കാരണം പശുക്കളുടെ ഒരു ഹീറ്റ് സൈക്കിൾ 21 ദിവസമാണ്, അത് സൈക്ലിക് ആവും. പിന്നെ പശുക്കളുടെ റൂമിനേഷൻ കറക്റ്റ് ആവും, നല്ല എക്സസൈസ് ഉണ്ടാവും, കുളമ്പിന് കംപ്ലൈന്റ് ഉണ്ടാവില്ല, ടെമ്പറേച്ചർ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പശുക്കൾ ടോട്ടലി ഞാൻ പറയുകയാണെങ്കിൽ വളരെ നല്ല വ്യത്യാസങ്ങൾ കാണാൻ പറ്റും ലൂസ് ഫാമിംഗ്. ഇതുപോലെ വലിയൊരു ഫാം പണിയുക, അടി കോൺക്രീറ്റ് ചെയ്യുക, റബ്ബർ ഷീറ്റ് ഇടുക. പക്ഷെ ലൂസ് ഫാമിംഗ് ആകുമ്പോഴത്തേക്ക് മണ്ണില നിർത്തണേ. ലൂസ് ഫാമിംഗ് ആരും ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഇതുപോലെ കെട്ടിയിട്ട് വളർത്തുന്ന രീതി തുടങ്ങാൻ പാടില്ല. ലൂസ് ഫാമിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ കംഫർട്ട് എന്താണോ അതായിരിക്കണം പശുവിന്റെ കംഫർട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കല്ലും മണ്ണുള്ള സ്ഥലത്ത് ലൂസ് ഫാമിംഗ് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ കല്ലും മണ്ണും ഉള്ളതാണെങ്കിൽ നമ്മൾ കടൽപ്പൂയി ഇറക്കിയിട്ട് ഒരു ഇത്ര അടി ഹൈറ്റിലെങ്കിലും കടൽപ്പൂയി ഇറക്കണം. കാരണം നമ്മൾ മുട്ടുകൊണ്ട് കുനിഞ്ഞു നിന്നാൽ നമുക്ക് വേദന ഉണ്ടെങ്കിൽ പശുവിന് വേദന ഉണ്ട്. അപ്പൊ നമ്മുടെ കംഫർട്ട് എന്താണോ അതാണ് പശുവിന്റെ കംഫർട്ട്. 25,000 രൂപ പൈസ കൊടുത്ത് ധരിച്ച പൂയാണ്. അടിപൊളി. അതായത് പൂയാണ്. പശു നിൽക്കുമ്പോ വേദന എടുക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കംഫർട്ട് എന്താണോ അതാണ് പശുവിന്റെ കംഫർട്ട്. ലൂസ് ഫാമിംഗ് ചെയ്യുമ്പോൾ പശുവിന് ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഉള്ളതാണ്. കറക്റ്റാണ്, ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഒരു ബിരിയാണി കഴിച്ച് നമ്മളിങ്ങനെ ഇരുന്നാൽ നമ്മളെ അവസ്ഥ എന്താ? അത് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ആയി കിടക്കുക, ഫാറ്റാ. നേരെ പക്ഷെ നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് 1 കിലോമീറ്റർ നടക്കുകയാണെങ്കിലോ അത് ദഹിച്ചു പോവുകയാണ് ചെയ്യും. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പശുക്കൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നടക്കണം. ഇവിടെ എന്താ ചെയ്യുന്നത്? പശു ഭക്ഷണം കഴിച്ചാൽ കിടക്കുന്നു, ഇരിക്കുന്നു, ഇതല്ലാണ്ട് വേറൊരു ആക്ടിവിറ്റി ഇല്ല. പിന്നെ ടെൻഷനായിരിക്കും. അപ്പൊ ഇതിനെ മറികടക്കാനാണ് ലൂസ് ഫാം. നമ്മൾ കേരളത്തിന്റെ ഒരു ജോഗ്രഫി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നീണ്ട ഒരു സംസ്ഥാനമാണ്, സ്ഥലം ഭയങ്കര കുറവാണ്. അപ്പൊ പശുവിനെ കെട്ടിയിടാതെ വളർത്താൻ പറ്റുമോ? അതിന് എന്തോ സ്ഥലം വേണം. 3 പശുവിന് 1 സെന്റ് സ്ഥലം. 3 പശുക്കൾക്ക് 3 പശുവിന് 1 സെന്റ് സ്ഥലം. 3 പശുവിന് 1 സെന്റ് ഭൂമി. ഈ മഴ, വെയിൽ, അതൊക്കെ പ്രശ്നം. ഒരു കുഴപ്പം പശുവിന് എത്ര മഴ കൊണ്ടാലും പ്രശ്നമില്ല, എത്ര വെയിൽ കൊണ്ടാലും പ്രശ്നം. പക്ഷെ പശുവിന്റെ പ്രശ്നം ഹ്യൂമിഡിറ്റി ഒരു 60-ലൊക്കെ നിൽക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവും. 80-ലൊക്കെ പോകുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ലേശം കുറയും. എനിക്ക് തോന്നുന്നത് അപ്പൊ സൈഡില് പശുവിന് കയറി നിൽക്കാവുന്ന എന്തെങ്കിലും ഒരു സംഭവം അത് ചെയ്യാൻ കൊടുക്കാണോ? നമ്മൾ ഷെഡ് തന്നെ ഉണ്ടല്ലോ, ഷെഡിനോട് ചേർന്നിട്ടാണ് ലൂസ് ഫാമിംഗ്. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ പലരും ചോദിക്കുന്ന കാര്യമാണ്, ഇതിപ്പോ ഇവർക്ക് ഹീറ്റ് ആവുമ്പോ കെട്ടിയിടാണ് ഹീറ്റ് ആവുമ്പോൾ നമുക്ക് അറിയാം, ഇത് പോകുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ ഈ കെട്ടിടാത്ത പശുവിന് എങ്ങനെ അറിയാൻ പറ്റും? ഒന്ന് നമ്മൾ ഞാൻ പറഞ്ഞ റഡാർ പിടിപ്പിക്കുക. അതിന് സാമ്പത്തികം ഇല്ലാത്ത ആളുകളാണെങ്കിൽ സാധാരണഗതിയിൽ വലിയ ഫാമിലൊക്കെ നമ്മൾ പശുക്കൾക്ക് ചിപ്പ് പിടിപ്പിക്കുക, കംപ്ലീറ്റ് മോണിറ്റർ നമ്മളെ ഫോണിൽ വരും. അല്ലാത്ത കേസസിൽ അത് സ്റ്റാൻഡിങ് ഹീറ്റ്, സൈലന്റ് ഹീറ്റ്, മൗണ്ടിങ് ഹീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സംഭവങ്ങളുണ്ട്. ഇതിൽ മൗണ്ടിങ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ പശുവിന് മുകളിലേക്ക് അപ്പൊ തിരിച്ചറിയാൻ പറ്റും. പശു തീറ്റ എടുക്കൂല, തിരിച്ചറിയാൻ പറ്റും. പശുവിന്റെ ആക്ടിവിറ്റി, ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാവും. പല രീതിയിൽ ബിഹേവ് ചെയ്യും. കരയും, ചിലത് കഴിയൂല, ചിലത് കിടക്കും, ചിലത് കിടക്കും നിൽക്കും, പല കളികളും കളിക്കും. ആ ബിഹേവിയർ ചേഞ്ചസ് ആണ് നമ്മൾ മനസ്സിലാക്കുക. അതായത് പശുവിനെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് അറിയാം, ആ പശുവിനെ കാണുമ്പോൾ അറിയാം. ചെറിയ ഒരു ബുള്ളുണ്ടെങ്കിൽ ഈ ഫീമെയിൽ ആ ബുള്ളിന്റെ അടുത്ത് പോയി കാരണം മേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, അതായത് മേറ്റിംഗ് ടെൻഡൻസി അതിന് കൂടുതലായിരിക്കും. പാല് കൂടും എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ട് കൂടുതലും സ്ട്രെസ് ഇല്ലല്ലോ, കൂടും. സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് പാല് കുറയുന്നത്. 24 hours ഫീഡിങ്. 24 hours ഫീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 24 hours പശുക്കൾക്ക് ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അസിഡോസിസ് ഉണ്ടാവില്ല, ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഈ അസിഡോസിസ് വന്നു കഴിഞ്ഞാൽ മാസ്റ്റൈറ്റിസ് വരും, ലാമിനൈറ്റിസ് വരും, റൂമൻ കംപ്ലീറ്റ് ഡിസോർഡർ ആവും. 24 hours ഫീഡിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ കംപ്ലൈന്റുകൾ വരുന്നത്. ഈ പറഞ്ഞ 24 hours ഫീഡിംഗ് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും അയ്യോ ഒരുപാട് ഫീഡ് പശു തിന്നൂല. 24 hours ഫീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
നമ്മൾ പശുക്കൾക്കുള്ള കൃത്യമായ റേഷൻ കൊടുക്കുക. ആ. അതിനുശേഷം പശുവിന്റെ ഫ്രണ്ടിൽ ഫീഡ് തീർന്നിട്ടുണ്ടെങ്കിൽ വൈക്കോൽ ഇട്ട് കൊടുത്താലും മതി. അതെ അതെ അതെ. ഇനി എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ ഇട്ട് കൊടുക്കുന്ന ഫീഡ് 365 ദിവസം ഫീഡ് ചെയ്യണം. ഫീഡ് ചെയ്യണം അതേ രീതി തന്നെ. അതെ, കാരണം ഫീഡ് മാറാൻ പാടില്ല, ഫീഡ് മാറും. വൈക്കോല് മാറാൻ പാടില്ല, സൈലേജ് മാറാൻ പാടില്ല. ഒരു ചെറിയ മൈന്യൂട്ട് രീതിയിലുള്ള മാറ്റങ്ങൾ പോലും അസിഡോസിസിന് കാരണമാവും. ഇതിന്റെ റൂമിന് ഓൾറെഡി സെറ്റ് ആയിരിക്കുന്ന ഫീഡുമായിട്ട് അല്ലെ. അതെ. അപ്പൊ അത് ചേഞ്ച് ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമാശയത്തിലുള്ള ബാക്ടീരിയ ആ ഫീഡ് ദഹിപ്പിക്കാനുള്ള ബാക്ടീരിയ ഉണ്ടാകും. അതെ അതെ. നിങ്ങൾ പുതിയ ഫീഡ് കൊടുക്കുമ്പോൾ നിലവിലുള്ള ബാക്ടീരിയകളൊക്കെ ചത്തുപോകും. പുതിയതുണ്ടായി വരാൻ 15 ദിവസം പിടിക്കും. ആ 15 ദിവസം നമുക്ക് ഇവിടെ പാലുൽപാദനം കുറയും, എല്ലാം പോകും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. നമുക്ക് കേരളത്തിൽ ഇനി കൊണ്ടുവരേണ്ട രീതി ഇതാണ് ശരിക്കും. അതെ, ഇതാണ് ശരിക്കും കൊണ്ടുവരേണ്ടത്. എനിക്ക് തോന്നുന്നു പുതിയ ഫാമിലി പോലെ ഫാം ഫുൾ ലൂസ് ഫാമിലാണ്.